നിലയും കായുമെല്ലാം സ്വർണ്ണമയം പരിമളന്റെ യോജനയോളം നറുമ്പോക്കുടയും ചോടി പുഷ്പസിംഹാസനസ്ഥനായി പുതുപൂമലയും ചാത്തി കുസുമാവസമസ്തനായി സ്വഭാര്യമാർ മധുശ്രീയും മാധവശ്രീയുമായി കൊച്ചിരിപ്പോത്തുകളും നൽപോ പന്തിരിഞ്ഞു കളിപ്പതായി ആ പൂവനത്തിന്റെ കാവലാള വസന്തനെ രമ്യമപ്പൂവാടിക്കുന്ന പൂക്കളിൽ തട്ടപ്പുറങ്ങളിൽ വീശുന്നു സൗരഭം ചുറ്റുപാടിലും നാരിമാരത്തൊക്കെ കളിപ്പതായി ആദിവ്യമാമനം വിളങ്ങിയിടുന്ന നാമന്റെ കളിപ്പൂവും പന്തലായി സദാ ഇതിനും അപ്പുറത്തായി കാരീയത്തിന്റെ വന്മതിൽ പൊങ്ങി നിൽക്കും ശ്രീ മഹാദേവി. നാലാമത്തെ കോട്ട കഴിഞ്ഞു നമ്മൾ അഞ്ചാമത്തെ കോട്ടയിലേക്ക് പോവുകയാണ്. ഈ അഞ്ചാമത്തെ കോട്ട എന്ന് പറയുന്നത് യോഗശാസ്ത്രത്തിൽ മാത്രം നമുക്ക് കിട്ടുന്ന ഒരറിവാണ്. അത് വിശുദ്ധി ചക്രത്തിനും അനാഗത ചക്രത്തിനും നടുക്കുള്ളതായ ലംബിക എന്ന് പറയുന്നതായ ഒരാധാരമാണ്. ആ ആധാരത്തിലേക്കാണ് നമ്മൾ ഇനിയും പോകുന്നത്. പിത്തള കൊണ്ടുള്ളതായ കോട്ട ഭാഗ്യലോകത്തിൽ. ഇവിടെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് താമര വിരിയുന്നതൊന്നും സങ്കല്പിക്കാനില്ല. മറിച്ച് ഈ തൊണ്ടക്കുഴിയുടെയും നെഞ്ചിന്റെയും മധ്യഭാഗത്തിലായിട്ട് ഒരു പ്രകാശത്തെ സങ്കല്പിച്ച് ആ പ്രകാശത്തിൽ ദേവി ഉള്ളതായിട്ട് കാണുക. വീശുന്നു പൂവരിപടം 10 യോജനയോട് വിടർന്ന പൊന്നിറപ്പുണ്ട പൂക്കളാണിതിലൊക്കെ. അമൃതം പോൽ മുതൽക്കുന്നതിന്റെ കായ്കളും പഴങ്ങളും ഗ്രീഷ്മപാടിതന്റെ കാര്യം സുഖശ്രീയും രുചിശ്രീയും ഇവർ രണ്ട് ഭാര്യമാർ കൊടും ചൂട് ാതിന്മാരും ദേവന്മാരുമായി ഉൾമണിക്കാട്ടിലെ നിരന്തരമുടൽ ഇനി നമ്മൾ ആറാമത്തെ കോട്ടയിലേക്ക് പോവുകയാണ്. ഇപ്പോഴ് അനാഗതത്തിനും വിശുദ്ധി ചക്രത്തിനും ഇടയിലാണ് ലംബിക എന്ന് പറഞ്ഞു. അവിടെയാണ് സന്താനം എന്ന് പറയുന്നതായ ദേവവൃക്ഷം നിൽക്കുന്നത്. ഇനി നമ്മൾ അഞ്ചാമത്തെ കോട്ട കഴിഞ്ഞ് ആറാമത്തെ കോട്ടയിലേക്ക് പോകുമ്പോഴാണ് ഹരിചന്ദനം നിൽക്കുന്നത്. ആറാമത്തെ കോട്ട വിശുദ്ധി ചക്രമാണ്. അതായത് നമ്മുടെ തൊണ്ടക്കുഴിയിൽ 16 ഇതളുകളുള്ള ഒരു താമര വിരിഞ്ഞു നിൽക്കുന്നതായിട്ട് സങ്കല്പിക്കുക. കൈകൊണ്ട് എണ്ണണം, മനസ്സുകൊണ്ട് എണ്ണുക. 1, 2, 3 അങ്ങനെ 16 എണ്ണുക. എണ്ണിയിട്ട് അതിൻ്റെ മധ്യഭാഗത്തിൽ ആ പ്രകാശപുഞ്ചത്തിൽ ദേവിയെ സങ്കല്പിക്കുക. അതാണ് ആറാമത്തെ കോട്ട. ഇത് പഞ്ചലോകം കൊണ്ടുള്ള കോട്ടയാണ് കഥയിൽ. നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധി എന്ന് പറയുന്നതായ ആധാരമാണ് തൊണ്ടക്കുഴി. 7 യോജനമണ്ടി മതിലിനാകവേ വെൺചന്ദ്രമലർക്കാവാണിവയ്ക്കുള്ള ഇടയിലുള്ള ഇടം മാർ ചട്ടയാൻ കരിങ്കാരം തലസാമാരിവിന്യമായി ഇടിയാം വജ്രവും ഇന്നും കൊടിയൊത്തുള്ള വാര്യധാരകളാമം കൊണ്ടോരാമേഘവാദനൻ വർഷാർപ്പമണിക്കാകുന്നതായ ജനങ്ങളെ സമ്പ്രദം നമസ്തേ നവശ്രീയും സരസ്വയും സരസ്വയും മാലിന്യാമുരലകളും അഭ്യന്തരീകൾ മേഘങ്ങൾ ചിവുണികൾ
യന്ത്രങ്ങളും തഥാ മാലികാരെ ആ മേഘവാക ദ്വാദശ ഭാര്യമാർ ഒരു പൂവന്റെ വളരും നടത്തുന്നൊരു ജാലവും പച്ചപ്പുൽസകടം കൊണ്ട് ഈ സ്ഥലം ശോഭിപ്പോ സർവന നദിയും നദികളുണ്ട് ഞങ്ങൾ വിരമ്പിപ്പാഞ്ഞിടുന്നതായി കലങ്ങി നിൽക്കുന്ന വൈക രാജ്യചിത്തം കണക്കിന് ഭാവികൂപടാകങ്ങൾ നിർമ്മിച്ച് അമ്പയ്ക്ക് നൽകുവാൻ പ്രയത്നം സതതം ചെയ്യും സിദ്ധന്മാർ ദേവവൃന്ദവും സ്വഭാര്യമാരുന്ന് തത്ര ഭാരുന്നോരമമാണരായി ഇതിന്റെ മധ്യമത്തിലായി ശ്രീ മഹാദേവി നമ്മളങ്ങനെ 6 കോട്ട പിന്നിട്ടിരിക്കുകയാണ്. വിശുദ്ധിയും കഴിഞ്ഞു. ഇനിയും കൽപ്പവൃക്ഷം സന്താനം ഹരിചന്ദൻ 6ാമത്തെ കോട്ട കഴിയുമ്പോൾ കാണുന്നതാണ് മന്ദാരം എന്ന് പറയുക. ഈ 6ാമത്തെ കോട്ട കഴിഞ്ഞ് 7ാമത്തെ കോട്ട എന്ന് പറയുന്നത് നമ്മുടെ ഭൂമധ്യമാണ്, ആജ്ഞാചക്രമാണ്. അതുകൊണ്ട് 2 പുരികങ്ങളുടെ മധ്യഭാഗത്തായി 2 ഇതളുള്ള താമര വിരിഞ്ഞു നിൽക്കുന്നതായിട്ടും അതിൻ്റെ നടുഭാഗത്ത്